സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവിൽ പുത്തൻ പെന്തക്കോസ്തയായി വിളിക്കട്ടെ. ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് യേശുവിനെക്കുറിച്ച് സുവിശേഷകന്മാർ നൽകുന്ന ഒരു പ്രസ്താവനയുണ്ട്. അവൻ കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി, അവരോട് അനുകമ്പ തോന്നി. ഒരുപക്ഷെ സുവിശേഷത്തിലെ എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും ആരംഭിക്കുന്നത് അനുകമ്പയുടെ പാറയിൽ നിന്നുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹമാണ്. വാത്സല്യമുള്ള മക്കളെ, ഇന്നും കർത്താവ് കണ്ണുകൾ ഉയർത്തി എന്നെയും നിങ്ങളെയൊക്കെ നോക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ധാരാളം ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, പ്രതിസന്ധികളൊക്കെയുണ്ട്. ഒരുപക്ഷെ തകർച്ചകളുടെ കടലിലെ കരകാണാതെ നീന്തുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നിങ്ങളെ കണ്ണുകൾ ഉയർത്തി നോക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളുടെ മേലെ കർത്താവിന് ആധിപത്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് അവിടത്തേക്ക് അനുകമ്പയുണ്ടെന്ന് തിരിച്ചറിയുക. നിരാശപ്പെടാതെ കർത്താവിലേക്ക് മാത്രം കണ്ണുകൾ നട്ട് പ്രത്യാശയോടുകൂടെ ചരിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിൻ്റെ മക്കളുടെ ദുഃഖങ്ങളുടെ മേൽ നിനക്ക് കരുണ തോന്നണേ. രോഗികളായ ആയിരങ്ങളുണ്ട്, കടബാധ്യതകളുടെ നടുവിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബത്തിൻ്റെ സൗഭാഗ്യം കൈമോശം വന്നവരുണ്ട്, വഴിതെറ്റിപ്പോയവരുണ്ട്, പ്രതിസന്ധികളുടെ നടുവിൽ പ്രതിവിധിയില്ലാതെ അലയുന്നവരുണ്ട്. കർത്താവ് എല്ലാവരുടെ മേലും കരുണ കാണിക്കണേ. ഇടയനില്ലാത്ത ആടുകളെ കാണുന്ന കർത്താവേ, ഞങ്ങളെ കാണണേ. നിൻ്റെ മക്കൾക്ക് നീ ഇടയനാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണേ. കർത്താവിൻ്റെ വലിയ കൃപയുടെ ആശീർവാദം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ നൊമ്പരങ്ങൾക്ക്, നിങ്ങളുടെ കടബാധ്യതകൾക്ക് എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരസ്പർശം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതങ്ങളെ ഭാഗ്യമുള്ള ജീവിതങ്ങളാക്കി മാറ്റുന്നത് കർത്താവിനോടുള്ള ആശ്രയത്വമാണ്. പരിപൂർണമായും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി പ്രവേശിക്കാം. ഈ ശുശ്രൂഷയിൽ ഒരുപാട് മക്കൾ വ്യത്യസ്ത നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. പലവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. സഹോദര, സഹോദരി, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ കർത്താവിനെ സമർപ്പിക്കുക. യേശു ക്രിസ്തു സകലത്തിൽ മതിയായ ദൈവമാണ്. ഈ വലിയ ബോധ്യത്തോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ കരഘോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ആത്മാവേ, കരമടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടുന്നു: യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. വിശ്വസിച്ചെന്ന് പാടിയേ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. തന്റെ നാമത്തിലൊന്നിച്ചു ചേരുന്ന മർത്യർ ഐക്യം പകർന്നിടുവാൻ, തന്റെ നാമത്തിലൊന്നിച്ചു ചേരുന്ന ഐക്യം പകർന്നിടുവാൻ എല്ലാവരും
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. യേശുവേ വലിയ ആത്മനിറവോടെ എന്റെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് മടിച്ച് യേശു ക്രിസ്തുവെന്നും ജീവിക്കുന്നു, എന്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിലും ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എല്ലാം യേശുവത്രേ. ഇനി തന്നെ ഒരുമിച്ച് ശക്തിയോടെ എല്ലാം കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. കരങ്ങൾ വീശി ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ശക്തിയോടെ കരങ്ങൾ വീശി ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുക. അത്ഭുതത്തിന്റെ ദൈവമേ, ഈ സ്തുതി ആരാധന വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് വരണമേ. കർത്താവേ, അവിടുത്തെ ആയിരങ്ങളിലേക്ക് വരണമേ. അത്ഭുത അഭിഷേകമായി വരണമേ. അത്ഭുത വിടുതലായി വരണമേ. അത്ഭുത സൗഖ്യമായി വരണമേ. അത്ഭുത കൃപകളായി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഇത് അനേകം ജീവിതങ്ങളിലുള്ള പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ചില ജീവിതത്തിലെ നുഖങ്ങൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പല ദമ്പതികളെയും ഈ ശുശ്രൂഷ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള ബന്ധനത്തിന്റെ കെട്ടുകൾ ഇതാ കർത്താവ് പൊട്ടിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നു, റിസ്റ്റോർ ചെയ്യുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ, കുടുംബങ്ങളിലേക്ക് വരണമേ. തകർന്ന ബന്ധങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധികമായ അളവിൽ അനേകായിരങ്ങളിലേക്ക് അഭിഷേകം പകരണമേ. റിലീസ്, റിലീസ്, റിലീസ്. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അറിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം പെരുമഴ പോലെ പെയ്യട്ടെ, നദി പോലെ ഒഴുകട്ടെ. റിലീസ്, റിലീസ്, റിലീസ്. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ, സുഖപ്പെടുത്തിയതിനായി, അനുഗ്രഹിച്ചതിനായി, വിശുദ്ധീകരിച്ചതിനായി, അഭിഷേകം ചെയ്തതിനായി നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാമേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവവചനത്തോട് നമ്മൾ തുറവിയുള്ളവരാകുമ്പോഴാണ് പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ നമ്മിൽ അഭിഷേകമായി മാറുന്നത്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. നമ്മുടെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഈ തിരുവചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ തലമുറകളുടെ, നമ്മളായിരിക്കുന്ന സഭാ സമൂഹത്തിന്റെ
ഈ ലോകം മുഴുവന്റെയും വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം വചനത്തിലോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. തന്റെ പിതാവിനോട് ഈശോ പറയുകയാണ്, അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു തിരുവചനമാണിത്. കർത്താവ് നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നു. നമ്മളും ഇത് തന്നെയൊക്കെ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ എന്ന നിലയിൽ ഈ ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു പിതാവ്, ഒരു മാതാവ് എന്ന നിലയിൽ ദൈവം ദാനമായി നൽകിയ നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കൗദാശിക ജീവിതം നയിക്കുന്നത്, നമ്മൾ പലപ്പോഴും പല ത്യാഗപ്രവർത്തികൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന്റെയും തലമുറയുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വിശുദ്ധീകരണം. ഈശോ പറയാണ്, അവർ എന്ന് പറഞ്ഞ നമ്മൾ ഓരോരുത്തരും, മനുഷ്യവർഗം മുഴുവനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ അവൻ അവനെ തന്നെ വിശുദ്ധീകരിച്ചു. ഈശോയെ തന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ടോ? അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, അവൻ പരിപൂർണമായും പരിശുദ്ധനാണ്. എങ്കിലും ഈശോ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, എപ്രകാരമാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ വിശുദ്ധീകരിച്ചത്? ഇതിന്റെ രഹസ്യം എബ്രായ പുസ്തകം 12-ാം അധ്യായം 2-ാം വചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓരോരുത്തരും ഓടുവാൻ. വീണ്ടും വചനം പറയുന്നു, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു, അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. 3 കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. ഒന്ന്, യേശു ക്രിസ്തു നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു. സങ്കീർത്തനം 45:7 വചനം പഠിപ്പിക്കുന്നുണ്ട്, ആനന്ദത്തിന്റെ തൈലം കൊണ്ട് ദൈവപിതാവ് യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തതാണ്. ആനന്ദത്തിന്റെ പൂർണ്ണതയായിരുന്നു യേശു. എന്നാൽ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഈശോ തന്റെ സന്തോഷം ഉപേക്ഷിക്കുക. ഹെബ്രായ പുസ്തകം 1:9 നമുക്കിത് വീണ്ടും കാണാൻ പറ്റും. അവൻ ആനന്ദത്തിന്റെ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. പ്രിയ ദൈവമക്കളെ, ആനന്ദത്തിന്റെ പരിപൂർണതയായ യേശു തന്റെ ആനന്ദം ഉപേക്ഷിച്ച്, സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് അവനെ തന്നെ വിശുദ്ധീകരിച്ചുവെങ്കിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു മകൻ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു ദൈവപൈതൽ എന്ന നിലയിൽ, നമ്മളായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ തലമുറയുടെ, ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിച്ചുകൂടെ? എന്തൊക്കെയാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ? നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ പോലും ദൈവസ്നേഹത്തെ പ്രതി, തലമുറയുടെ വിശുദ്ധീകരണത്തെ പ്രതി, കുടുംബത്തിന്റെ നവീകരണത്തെ പ്രതി, ഈ ലോകത്തിന്റെ മാനസാന്തരത്തെ പ്രതി ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടോ? സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു തനിക്കുണ്ടായിരുന്ന സന്തോഷമെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉപേക്ഷിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആഹാര പദാർത്ഥങ്ങൾ. ചിലർക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്, ഇറച്ചിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദൈവസ്നേഹത്തെ പ്രതി, തലമുറയുടെ വിശുദ്ധീകരണത്തെ പ്രതി എനിക്ക് സന്തോഷം തരുന്ന, സുഖം തരുന്ന ആ മാംസാഹാരം ഞാൻ ഉപേക്ഷിക്കും.
അല്പനേരത്തേക്ക് മത്സ്യം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ചിലർക്ക് ന്യൂസ് പേപ്പർ ഭയങ്കരമായൊരു ഹരമാണ്. ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിൽ എന്തോ വലിയ നഷ്ടം സംഭവിച്ച പോലെയാ പലരുടെയും ചിന്താഗതി. തലമുറയുടെ അനുഗ്രഹത്തെ പ്രതി, കുടുംബം രക്ഷപ്പെടുവാൻ ആഗ്രഹത്തെ പ്രതി ഒരു കൊച്ചു ത്യാഗം കർത്താവിനൊന്ന് കൊടുക്ക്. ന്യൂസ് പേപ്പർ ഉപേക്ഷിക്കുക കുറച്ച് നാളത്തേക്ക്. TV ന്യൂസ് കാണണ്ടെന്ന് വെക്ക്. ചിലർ ചിന്തിക്കുന്നതൊക്കെ വലിയ മാരകപാപമാണ്. മാരകപാപമായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ത്യാഗങ്ങള്, നമുക്ക് അർഹതപ്പെട്ട ചില സന്തോഷങ്ങള് വിട്ടുപേക്ഷിച്ച് നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കുമ്പോഴാണ് വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്, നമ്മുടെ തലമുറകളിൽ പരിവർത്തിക്കുന്നത്. നമ്മളായിരിക്കുന്ന സഭാ സമൂഹങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ശുദ്ധീകരിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. പ്രിയ സഹോദര സഹോദരി, ഈ ഒരു ത്യാഗം നമ്മുടെ തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിനെ കൊടുക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടോ? നമുക്ക് എത്ര പേർക്ക് തീരുമാനമുണ്ട്? അർഹതപ്പെട്ട സന്തോഷങ്ങൾ അതെന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് എനിക്ക് സുഖം തരുന്ന സന്തോഷങ്ങൾ? അതങ്ങ് മാറ്റിവെക്ക്. ദൈവസ്നേഹത്തെ പ്രതി, തലമുറയുടെ വിശുദ്ധീകരണത്തെ പ്രതി. രണ്ടാമത് ഈശോ എന്താ ചെയ്ത്? അപമാനങ്ങൾ വകവെച്ചില്ല. നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അപമാനങ്ങൾ വകവെക്കുന്നവരാ. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കുമ്പോൾ, നമ്മുടെ നേരെ കല്ലേറുകൾ വരുമ്പോൾ, അപവാദങ്ങൾക്ക് നമ്മൾ ഇരയാകുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ പല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലരും അസ്വസ്ഥരാവുകയാണ്. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇത്രമാത്രം ഞാൻ അവളെ സ്നേഹിച്ചിട്ട് അവൾ എന്നോട് തന്നെ ഇത് ചെയ്തില്ലേ. ചില പറയുന്നത് മരിച്ചാലും ശരി ഞാൻ മറക്കില്ല. എന്തൊക്കെയാ നമ്മൾ പറയണേ? മരിച്ചാൽ പോലും ഞാൻ മറക്കില്ല, മണ്ണോട് മണ്ണ് ചേർന്നാലും ഞാനിതൊന്നും മറക്കത്തില്ല. പിന്നെ മറക്കേണ്ട ആവശ്യമില്ല, തന്നെ ഇത് പോയിക്കോളും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. എന്തൊക്കെയാ നമ്മൾ ഈ പറയണേ? നമ്മൾ കർത്താവിന്റെ ജീവിതത്തിലോട്ട് നോക്ക്. അവന്റെ കണ്ണുകൾ ബന്ധിച്ച് അവന്റെ ചെകിടത്തടിച്ച്. ആരുടെ ചെകിടത്തടിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ കർത്താവിന്റെ ചെകിടത്ത്. വചനം പറയുകയാണ്, റോമൻ പട്ടാളം അവന്റെ താടി വീശ പറിച്ച് വലിച്ചു. യേശുവിന്റെ ഈ താടി രോമങ്ങൾ പിടിച്ച് വലിച്ചു, അപമാനിക്കുകയാണ്. നിന്നടിച്ചവൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കുകയാണ്. യഹൂദന്മാർ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് യേശുവിനെ പരസ്യമായി കളിയാക്കുകയാണ്. ഒരുപാട് അപമാനങ്ങള്, അധിക്ഷേപങ്ങൾ കർത്താവിനുണ്ടായി. പട്ടാളക്കൂട്ടം കർത്താവിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. നമ്മുടെയൊക്കെ മുഖത്ത് ആരെങ്കിലും ഒന്ന് തുപ്പട്ടെ, പറയാം നമുക്ക് എന്തുമാത്രം വിശുദ്ധിയുണ്ടെന്ന്. നമ്മളോട് ചോദിക്കുന്നേ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേ, എന്തുമാത്രം നമ്മളിൽ വിശുദ്ധിയുണ്ട്, എന്തുമാത്രം നമ്മളിൽ കൃപയുണ്ട്. ആരെങ്കിലും നമ്മളെ ഒന്ന് തൊട്ടാ മതിയില്ലേ, നമ്മുടെ ഈഗോ നമ്മുടെ സ്വയം ഉണരും, നമ്മളാകെ വയലന്റ് ആകും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ഭാര്യ ഒന്ന് എതിർത്ത് പറഞ്ഞാൽ ഭർത്താവ് എന്ന നിലയിൽ എന്റെ സ്വഭാവം മാറി. പ്രിയ ദൈവമക്കളെ, അപമാനങ്ങൾ വകവെക്കാതെ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിന്ദാവചനങ്ങളും കുറ്റപ്പെടുത്തുന്ന വാക്കുകളും മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ അതൊന്നും വകവെക്കാതെ സന്തോഷത്തോടെ കൃപയായി സ്വീകരിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ, എന്റെ തലമുറയുടെ, എന്റെ സമൂഹത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിനൊരു യാഗമായി സമർപ്പിക്കാൻ എനിക്ക് കഴിയുമോ? ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളോട് ഇത് ചോദിക്കുക. അപമാനങ്ങളും കല്ലേറുകളും നിന്ദനങ്ങളും അധിക്ഷേപങ്ങളെല്ലാം കൃപയായി 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 സ്വീകരിക്കുക. അതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച. മൂന്നാമത് കർത്താവ് അവൻ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിലെല്ലാം പലവിധത്തിലുള്ള സഹനങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, കുരിശുകളുണ്ട്. കർത്താവ് എല്ലാ ദിവസവും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പം ചിലർക്ക് തോന്നുന്നില്ല, എന്തായിരിക്കും, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? കർത്താവ് നമ്മളോട് എല്ലാ ദിവസവും ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ബൈബിൾ വായിക്കാനല്ല എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എല്ലാ ദിവസങ്ങളും വചനം വായിക്കണം, പേഴ്സണൽ പ്രേയർ നടത്തണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, കർത്താവിന്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അനുദിനം എല്ലാ ദിവസവും നിങ്ങളുടെ കുരിശുമെടുത്ത് നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ.
നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ കുരിശുകൾ എടുത്ത് നിങ്ങൾ എൻ്റെ പുറകെ വരുവിൻ, അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാകും. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? കുരിശുകൾ ക്ഷമയോടെ സ്വീകരിച്ച് അതെല്ലാം ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, കഠിനപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെയും തലമുറയുടെയും രൂപാന്തരീകരണത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിൽ അങ്ങ് സമർപ്പിക്കുക. അവിടെ അത്ഭുതങ്ങളെ പൊട്ടിത്തെറിയുണ്ടാകും. വീണ്ടും ഞാൻ വചനത്തിലോട്ട് വരികയാണ്. നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ മാത്രമല്ല നമ്മിലൂടെ അനേകരുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ സ്വരം കേട്ട് പരിപൂർണമായ സമർപ്പണത്തിലോട്ട് നിങ്ങൾ വരിക. ഒരു സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ ലോകത്തിന്റെ നവീകരണത്തിനും വിമോചനത്തിനും ഈ പുതിയ തലമുറയുടെ രൂപാന്തരീകരണത്തിനു വേണ്ടി ഉരുകിയ മനസ്സോടെ ഒരു ബലിയായി കർത്താവിന്റെ മുൻപിൽ നമുക്ക് ഓരോരുത്തർക്കും മുട്ടുമടക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യ സഭ അന്നു കണ്ട ശക്തി വൈഭവം